Hello friends, welcome to my channel. ഇന്നത്തെ റെസിപ്പി വീഡിയോയുടെ മുന്നേ ആയിട്ട് ഒരു ഗിഫ്റ്റ് കാണിച്ചു തരാം. ഇത് മോൾക്ക് കിട്ടിയതാണ്. ഇക്കാടെ ഫ്രണ്ട് മൻസൂർ വീട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്നതാണിത്. മോൾക്കിത് കിട്ടിയപ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായി. അവൾക്ക് കളറിങ്ങിലും ഡ്രോയിങ്ങിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. മൻസൂർക്കാക്കൊരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. മലബാർ സ്പെഷ്യലായിട്ടുള്ള അയലട. അയല വെച്ചിട്ടാണ് ഇത് ചെയ്യുക, അതുകൊണ്ട് തന്നെയാണ് ഇതിന് അയലട എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 സവാള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 അയലമീൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ഈ സവാള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വേപ്പില ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി അയല ഫ്രൈ ചെയ്തത് മുള്ള് കളഞ്ഞെടുത്തതാണിത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ സവാളയിൽ ഉപ്പ് ചേർക്കുമ്പോൾ പാകത്തിന് ഉപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഫിഷിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി എരിവ് അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം നമ്മുടെ അയലടയിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാവ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പത്തിരിയുടെ ഒക്കെ മാവ് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ മാവ് തയ്യാറാക്കുന്നത്. 1/2 കപ്പ് പൊടിക്ക് 1/2 കപ്പ് വെള്ളം. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കുക കേട്ടോ. മാവ് നല്ല പോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ മാവ് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം.
ഒന്ന് ചൂടാറിയതിന് ശേഷം കൈ ഉപയോഗിച്ച് പത്തിരിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറിയൊരു ഉരുള വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ മതി. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു 2 ടീസ്പൂണൊക്കെ മതിയാവും ഫില്ലിങ്. ഇനി ഇത് അടച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റത്തൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇത് പൊട്ടിപ്പോവും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ഒരു 5 അടമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുമ്പോൾ അടയുടെ ഷേപ്പിൽ മടക്കിയെടുക്കുമ്പോൾ മാവ് പൊട്ടി പോവാനോ അല്ലെങ്കിൽ വിള്ളലൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് ഉണ്ടാക്കി തീരുന്നതനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. 1.5 കപ്പ് പൊടി എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാനുള്ള അട ഉണ്ടാവും. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഇത് ആവിയിൽ വേവിച്ചെടുത്താൽ മതിയാവും. ഇത് ഇട്ട് കൊടുത്ത ഉടനെ പെട്ടെന്ന് തന്നെ മറിച്ചിടരുത്, അപ്പോൾ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് ആയി കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇത് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി അയലട റെഡി ആയിട്ടുണ്ട്. ഈ അട നമുക്ക് എരുന്ത് വെച്ചിട്ട് ചെയ്യാം, അതുപോലെ തന്നെ ചെമ്മീനൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.